ഇതിപ്പോൾ നമ്മുടെ മധുരമുള്ള അമ്പായങ്ങയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, നിറയെ പൂത്തിരുന്നു, പക്ഷേ വളരെ കുറച്ചാണ് കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അമ്പായങ്ങ കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മുടെ പേരക്കയിലേക്കാണ് പോകുന്നത്. നിറയെ കായ്ച്ചു നിൽക്കുന്ന പേരക്കയാണ്. കൊണ്ടുവന്നില്ല, നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ലായിരുന്നത്, നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഒരു രണ്ടെണ്ണം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് പാകമാവാതെ നമ്മൾ പറിച്ചെടുക്കുന്നതിൻ്റെ കാരണം, വർഷക്കാലം ആയാലും ഇതിൽ പുഴുക്കൾ വരുന്നുണ്ട്. പുഴുക്കൾ ഒരു ഈച്ച കുത്തിയിട്ട് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നല്ല പുഴുക്കളാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പറിച്ചെടുക്കണം. വർഷക്കാലം ആകുമ്പോൾ ഇതൊരു പുഴുക്കളാണ് വരുന്നത്. ഇവിടെ എല്ലായിടത്തും ഉണ്ട് നല്ല മുഴുത്ത പേരക്കകൾ. ഇതൊന്നും നമ്മൾ ഇതുണ്ടോ, ഒരു അത്തിപ്പഴുണ്ട്. ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അപ്പം ഇന്നലെ രണ്ടെണ്ണം പറിച്ചെടുത്ത്. നല്ല മധുരമുള്ള അത്തിപ്പഴം. ഇനി നമ്മൾ മറ്റൊരു അത്തിമരത്തിലേക്ക് പോവാം. ഇവിടെ ഒരു അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. നല്ല മൂത്ത് പൊട്ടിയിട്ട് തന്നെ ഇരിക്കണം. ഇതുണ്ടോ, നമ്മുടെ ഇസ്രായേലിന് ഓറഞ്ചാണ്. പിന്നെ നമ്മൾ റംബുട്ടാൻ, ഒരു 3 പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ആപ്പിൾ ചെറിയാണ്. നമ്മൾ രണ്ടാമതും പ്ലാന്റ് വെച്ച് കായ്ച്ചു വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്പിൾ ചെറിയും കൂടിയായപ്പോൾ ഫ്രൂട്ടുകൾ ഇത്രയായി. ഇപ്പോൾ പേരയ്ക്ക, ഇസ്രായേലിൻ്റെ ഓറഞ്ച്, പിന്നെ നമ്മുടെ അത്തിപ്പഴം, നമ്മൾ റംബുട്ടാൻ, പേരയ്ക്ക, ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ നമുക്കിന്ന് നമ്മളെ വീട്ടിൽ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്ന ഇത്ര ഐറ്റംസാണ്. അപ്പോൾ ഇനിയും പലതുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ തടിമരത്തിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഏറെക്കുറെ ഫ്രൂട്ട്സുകൾ കായ പിടിക്കാനായിട്ടുണ്ട്. അവക്കാഡ, ലിച്ചി, ലോങ്ങൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കായ പിടിക്കാനായിട്ടുണ്ട്. നാടൻ പേര, സീതപ്പഴം, അങ്ങനെ ഏറെക്കുറെ ഐറ്റംസുകൾ കായ പിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും കളർഫുള്ളായിരിക്കില്ല. നമ്മൾ കൈ കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെ നമ്മളോരോ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളെ കൈയൊക്കെ സുഖമായതിന് ശേഷം ഏറെക്കുറെ നല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ നട്ടു വളർത്തുന്നതൊക്കെ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം. അപ്പോൾ ഈ പഴങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് കഴിച്ചു നോക്കുകയാണ്. നമ്മളെ വീട്ടിലുണ്ടായത് വിഷാംശം ഇല്ലാത്ത നല്ല പഴങ്ങളാണ് നമ്മൾ ഇവിടെ കഴിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് കഴുകാതെ തന്നെ മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാം, അത്രയും വിശ്വാസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല വീഡിയോകളായിട്ട് കണ്ടിട്ടുണ്ട്, പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, നല്ല വിഷാംശം കുത്തിവെച്ചിട്ടും മരുന്നടിച്ചിട്ടൊക്കെയാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആവും. ഇപ്പോൾ കുറച്ച് മോശമാണ്, കാലാവസ്ഥ കുറച്ച് മോശമാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അത്തിപ്പഴമൊക്കെ അത് പൊട്ടിച്ച് അത് മുറിച്ച് കണ്ടാൽ തന്നെ അതിൻ്റെ മധുരമൊക്കെ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണും. ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ഇങ്ങനെ കാണും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാണ് അതിൻ്റെ മധുരം. നമ്മൾ കഴിക്കൊന്നും വേണ്ട.
ചില അത്തിപ്പഴം ഇങ്ങനെ പൊട്ടിച്ച് വന്നാൽ അതിൻ്റെ ഒരു ഗ്ലൈസിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതാണ് അതിൻ്റെ മധുരം. അപ്പോൾ ഇനി എടുത്ത് കാണിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.